സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതിപ്പോൾ ഇതാ രാവിലെ ആയിട്ടോ, ഞങ്ങളിപ്പോൾ ഉറങ്ങി നീറ്റ് ഫ്രഷായി ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ബൊഫെ ആയിരുന്നു. പിന്നെ ഇവിടെ മെയിനായിട്ട് മുട്ട വെച്ചിട്ടുള്ള കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഏതൊക്കെയൊക്കെയോ ട്രൈ ചെയ്തു. അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ഇതാണ് ഇവിടുത്തെ പൈപ്പ്. എന്താ കഥ. കഴിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഒറ്റമൈനേനെ കണ്ടു. ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം കണക്കാ വിഷ്ണു കേട്ടോ. എന്താ ചെയ്യാ? ഇവളുടെ പേര് ഇപ്പൊ സെറ്റ് രണ്ടെണ്ണത്തിന് വന്നു കേട്ടോ. ആ ഇടയിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. ഇന്നിപ്പോ ഞങ്ങളിതാ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. സമയം 12 മണി ആവാനായി അല്ലേ? കറക്റ്റ് ആയില്ലേ ഇപ്പൊ? അതെ, ഞങ്ങളൊക്കെ റെഡിയായി നിൽക്കുകയാണ്. ഇപ്പൊ ഞങ്ങളെ കൊണ്ടുപോകാനുള്ള ബഗ്ഗീവാനൊക്കെ വരും. ഹായ്, സമുദ്രം ഇരുന്നോ നല്ല രസമുണ്ട് കേട്ടോ അല്ലേ? ഇന്നലെ ഫുള്ള് ഇവിടെ നിന്നിട്ട് ഇന്നാണ് ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഞാൻ കാണുന്നത്. ശരിക്കും ഇത് വിത്തൗട്ട് ഫിൽറ്റർ ആണ് കേട്ടോ. നീല കളർ വെള്ളം. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളി ഫോട്ടോസ് എടുത്തു. ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, മാൽദീവ്സ് അല്ലാന്ന് ആരെങ്കിലും പറയോ? അത്ര അടിപൊളിയാണ്. അപ്പൊ കുറച്ച് വെയിലുണ്ട് കേട്ടോ. അങ്ങനെ ബനാന ഐലൻഡിൽ നിന്ന് ഞങ്ങൾ പോവാണ്. ബോട്ട് വന്നു. ഓക്കെയാണ് അല്ലേ? റെഡ് കളറ് നല്ല തുടുക്കാൻ വേണ്ടിയിട്ടതാട്ടോ. അപ്പൊ അമ്മ ഉണ്ടെങ്കിൽ ആട്ടി വിട്ടിരുന്നു. പക്ഷെ മാൽദീവ്സ് വൈബൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഇപ്പൊ ഞങ്ങളൊരു ഒട്ടകങ്ങളുള്ളൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലുള്ളതുകൊണ്ട് ചെറിയുണ്ട് ചെറുങ്ങനെ. ഇതോ അവിടെ ഉണ്ടൊക്കെ. വരുമ്പോഴേക്കിനും കറുത്ത് പുകയൂലോ. നല്ല വെയിലുണ്ട്. നടന്ന് ഞങ്ങൾ ഇവിടുത്തെ സൂക്ക് വാക്കീഫിലാണ് കേട്ടോ എത്തിയത്. ഇവിടുത്തെ ഒരു ചെറിയ ഷോപ്പിംഗ് സ്ട്രീറ്റ് അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് എന്ന് പറയാം. എല്ലാത്തരം സാധനങ്ങളും ഉണ്ട് ഇവിടെ. മിഠായികളുണ്ട്, അല്ലാത്ത സ്പൈസസ് ഉണ്ട്. ഇപ്പം ഇതാ പക്ഷികൾ, കിളികൾ, തവള ഒക്കെ ഉണ്ട്. ഇവിടുന്ന് ലേശം കുറച്ച് മിഠായികൾ ഇപ്പം കാറിലൊക്കെ ഇരുന്ന് കഴിക്കാൻ വേണ്ടി വാങ്ങി. വേറെ പ്രത്യേകിച്ചൊന്നും ഞാൻ വാങ്ങിയില്ല. നല്ല ഒരു മാർക്കറ്റ് കേട്ടോ. പക്ഷെ നല്ല വെയിലുണ്ട്, അതാണ് ഒരു പ്രശ്നം. ഇപ്പോൾ ഇന്നത്തെ ഫുഡിന് ഫിഷ് എടുക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതൊന്ന് ഏതാച്ചാൽ സെലക്ട് ചെയ്യണം. ഞങ്ങളിങ്ങനെ കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായിട്ടുണ്ട്. സോ വെയിറ്റിംഗ് ആണ്. കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. വിശപ്പുകൊണ്ടിക്ക് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഏതൊക്കെയോ കുറച്ച് ക്ലിപ്സ് ഉണ്ട്. ഇത് മാത്രമല്ല, ഇതിലേറെ എന്തൊക്കെയോ ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നു. കഴിക്കൽ കഴിഞ്ഞിട്ടേ ഞങ്ങൾ ആകെ അങ്ങോട്ട് തളർന്നു കേട്ടോ. അത്രമാത്രം ഉണ്ടായിരുന്നു തിന്നാൻ. ഒരു തണുത്ത കാറ്റുള്ളൊരു ടൈമാട്ടോ. സമയം ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എത്രയും 4 മണി എന്തോ ആയിട്ടുണ്ട്. പക്ഷെ നല്ല തണുപ്പ്. പിന്നെ ഞങ്ങൾ റൂമിലൊക്കെ വന്ന് റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം ആയപ്പോൾ വിഷ്ണുവേട്ടൻ്റെ മാനിഫെസ്റ്റേഷൻ നടത്താൻ വേണ്ടി പോവുക. എപ്പോഴും സ്പോർട്സ് കാണുന്ന ആളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ടി വിക്ക് അവിടെ ഒഴിവില്ല. ക്രിക്കറ്റും ഫുട്ബോളും മാത്രമല്ല, ടെന്നീസും ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുന്ന ഒരാൾ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് പിന്നെ ഇതിനെപ്പറ്റി അധികം ഒന്നും അറിയാത്തതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നണില്ല. പക്ഷേ ഇവരെ സന്തോഷം കാണുമ്പോൾ ഓക്കെ. ഖലീഫ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് കേട്ടോ ഞാൻ. വിഷ്ണുവേട്ടൻ പാഞ്ഞു പോകുന്നുണ്ട്. ഇനിയും കൊണ്ടാണെങ്കിൽ നടന്നിട്ട് കൂടണില്ല. ഇത്തവണത്തെ ഖത്തർ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ് കാണാനാട്ടോ വന്നത്. അപ്പോൾ വിഷ്ണുവേട്ടൻ്റെ ഫേവറേറ്റ് പ്ലെയർ ആയിട്ടുള്ള കാർലോസ് അൽക്രാസിന്റെ ഗെയിമാണ് ഇത്ര ഇന്ന്. ഇതിനെ പറ്റിയൊന്നും അറിയില്ലെങ്കിലും ഇവരെ പേരൊക്കെ ഞാൻ ഇപ്പോൾ ഡെയിലി വീട്ടിൽ കേൾക്കണോണ്ട് നല്ല പരിചയമുള്ള ആളെ പോലെ. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. എനിക്കിതിനെ പറ്റി അറിയില്ലെങ്കിലും കണ്ട് ചെറിയൊരു ഐഡിയ ഒക്കെ കിട്ടി. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കളി കാണാനായിട്ട്. കുറച്ചു നേരം അങ്ങോട്ട് നോക്കും, പിന്നെ ഞങ്ങളുടെ വീഡിയോ എടുക്കും. ഇതന്നെയായിരുന്നു എൻ്റെ പണി കേട്ടോ.
പൊളിക്കാണോ? കളി ജയിച്ചതിൻ്റെ സന്തോഷമാണ് കേട്ടോ ഇപ്പം നിങ്ങളാ കണ്ടത്. ഫൈനലി ആ ഒരു കാര്യമൊക്കെ നടന്നു വിഷ്ണുട്ടൻ്റെ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോവാൻ നിൽക്കുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കളിയൊക്കെ ഗാലറിയിൽ പോയിരുന്ന് കാണുന്നത്. നല്ല ക്യൂട്ടീസ് ആയിട്ട് കേട്ടോ തടിച്ചിട്ട്. പക്ഷെ ഞാൻ തടി ഉണ്ടെങ്കിലും ഒരു ക്യൂട്ടിയായിരുന്നു എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇത് നെക്സ്റ്റ് ഡേയിലത്തെ ആണ് കേട്ടോ. ഞാൻ പിന്നെ അങ്ങോട്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊന്നും എടുത്തിരുന്നില്ല. സോ ഉള്ള ക്ലിപ്സൊക്കെ വെച്ചിട്ട് മാക്സിമം ഞങ്ങൾ അവിടെ എക്സ്പ്ലോർ ചെയ്തതൊക്കെ ഈ ഒരു വ്ളോഗിൽ തന്നെ കാണിക്കാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഈ ഒരു മാളിൽ എത്തിയപ്പോഴേക്കിനും ഇവിടെ ഓൾറെഡി നോമ്പൊക്കെ തുടങ്ങി. നാട്ടിലത്തേനെക്കാട്ടിലും ഒരു ദിവസം മുന്നേ ആയിരുന്നു കേട്ടോ ഇവിടെ. അതുകൊണ്ട് എന്നത്തെയും പോലെ ഞങ്ങളുടെ ഫുഡ് അടി ഇന്ന് നടന്നില്ല. പുറത്തുനിന്ന് ഒരു മനുഷ്യൻ്റെ കുട്ടിയില്ല ഇവിടെ, അതാണ് ഏറ്റവും. ഞങ്ങൾ ജസ്റ്റ് ആയിക്കൂടെ കുറേ എക്സ്പ്ലോറൊക്കെ ചെയ്തു. അങ്ങനെ ഫുൾ AC ആയതുകൊണ്ട് പിന്നെ വേറെ സീനൊന്നുമില്ലല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ പോയിട്ടോ. ഇന്നാണ് ലിത ചേച്ചീനെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പോൾ അവർ ഞങ്ങളെ വന്ന് പിക്ക് ചെയ്തു. ഇപ്പം ഞങ്ങളിത് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി വോയിസ് ഓവർ കൊടുക്കണം. ഇവരുടെ പെറ്റ് റോബോട്ട് ഡോഗാണ് കേട്ടോ ഇത്. ഇവിടെ അത് മാത്രമല്ല പല വെറൈറ്റി ഫിഷുകളും ഉണ്ട്. കുറേ കാണാനുണ്ട് എന്തായാലും. അങ്ങനെ നമ്മളിതാ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം പുറത്തിറങ്ങിയിരിക്കാൻ വിചാരിച്ചു കേട്ടോ. ഇവിടെ ഈ ചാർക്കോളൊക്കെ കത്തിച്ച് നല്ലൊരു വൈബാണ്. നാട്ടിലെ അമ്മേനെ തിന്നലും ഇതല്ലേ. അതാണ് ഞാൻ ആ മമ്മിക്ക് ഇത് ഈ നമ്മള് 5 days അല്ല വർക്കിംഗ് 5 days അല്ലേ. അടുത്ത ട്രിപ്പ് ഇതാ ഗ്രില്ല് ചെയ്തൊരു സെറ്റ് കിങ് ഫിഷും പ്രോൺസും ചിക്കനും. ഞങ്ങൾ തിന്ന് ഇവിടെ ഇരിക്കുന്ന തോന്നുന്നു. അടുത്ത ഇൻട്രസ്റ്റിംഗ് ഇതാണ് കേട്ടോ ഇവരുടെ കാരവൻ. ഇവരിവിടെ ബീച്ച് സൈഡിലൊക്കെ ട്രിപ്പ് പോകുമ്പോൾ ഇതായിട്ട് അത്രേ പോവല്. എന്നിട്ട് അവിടെ 2 ദിവസമൊക്കെ നിൽക്കുന്നു. ഫൈനലി 2 കുനാഫയും കൂടെ കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ കുറച്ച് നൈറ്റ് സിറ്റി എൻജോയ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാറിലൊക്കെ ഇങ്ങനെ പോയി. അങ്ങനെ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. രാവിലെ 4 മണിയായപ്പോൾ ഞങ്ങൾ ഇതാ ഡെസേർട്ട് സഫാരിക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് സൺറൈസിന്. ആടുജീവിതമായി നടക്കുന്നുണ്ട് വിഷ്ണുവേട്ടൻ. ഇതാണ് ഇവിടുത്തെ ഇൻലാൻഡ് സീ, അതായത് ഡെസേർട്ടും സീയും ഒരുമിച്ചുള്ളൊരു സ്ഥലം. നല്ല രസമായിരുന്നു കേട്ടോ ഈ നേരത്ത് ഈ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കാനും ഇത് എക്സ്പീരിയൻസ് ചെയ്യാനും. സൂര്യനൊക്കെ ഫുള്ളായിട്ട് വന്നു. ഇവരൊക്കെ ആടുജീവിതം പോലെ പോകുന്നുണ്ട് ഇവിടുന്ന്. ഇതൊക്കെ ഞങ്ങളുടെ കൂടെ വന്ന ആൾ എടുത്തു തന്ന വീഡിയോ ആണ് കേട്ടോ. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. ഓ സോ നൈസ്. അങ്ങനെയല്ല, കൈയും കാലും എടുക്കരുത്, കാല് ബോഡിന്ന് എടുക്കരുത്.
ഞാൻ പോണു. അങ്ങനെ സാൻഡ് ബോർഡിങ് കഴിഞ്ഞ ക്ഷീണത്തിലാണ് വിഷ്ണുവേട്ടൻ ഇങ്ങനെ കുത്തി കുത്തി നടന്നു വരുന്നത് കേട്ടോ. അടുത്തത് ഇനി എൻ്റെ ചാൻസ് ആണ് ഗൈസ്. ഞാൻ എങ്ങനെ പോവാന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. ഒരു ഹായും കൂടി കാണിച്ചോ. മൂടാ ഞാൻ പറയും. ഓക്കെ, അത് രണ്ടിലും പിടിച്ചോ. ഓക്കെ, ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ചെയ്യുന്നു. ഓക്കെ ആണോ? ഞാൻ അത് കറക്റ്റ്. ഞാൻ പിന്നെ തിരിച്ച് മോളിക്ക് വന്നില്ല കേട്ടോ, അവിടെ തന്നെ നിന്നു. ഇവർ കാറൊക്കെ എടുത്തപ്പോഴേക്കും എന്നെ കൊണ്ടുവരാൻ വേണ്ടി വന്നു കേട്ടോ. അടുത്തത് ഇതാ ക്യാമൽ സഫാരിയാണ്. വിഷ്ണുവേട്ടനൊക്കെ ആദ്യം തന്നെ പിടിച്ചങ്ങോട്ട് കയറിയുണ്ട് ഒട്ടകപ്പുറത്ത്. അങ്ങനെ കുറച്ച് ദൂരം അതിൻ്റെ പുറത്തൊക്കെ ഇരുന്ന് ഞങ്ങൾ പോയിട്ടോ. അതിങ്ങനെ നടക്കുമ്പോൾ ചെറുങ്ങനെ ഇങ്ങനെ നമ്മൾ ഇളകുമ്പോൾ ഒരു പേടിയാവും, പക്ഷെ രസമുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പരുന്തിനെ ഞങ്ങൾ കൈ പിടിച്ചു. അയ്യോ, അങ്ങനെ അടുത്തത് ഇതാ ക്വാഡ് സഫാരിയാണ് കേട്ടോ. ഇതിൽ ഏത് വേണേലും നമുക്ക് ചൂസ് ചെയ്യാം. ഞങ്ങൾ പിന്നെ രണ്ടാളും കൂടെ ഒന്നിൽ പോണ സെറ്റപ്പാണ് എടുത്തത്. ഫൈനലി ഞങ്ങളിതാ നാട്ടിലേക്ക് തിരിച്ച് പോരുകയാണ് കേട്ടോ. ഈ ഒരു 4-5 ദിവസം മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്തു, നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തു. കുറേ ഗുഡ് മെമ്മറീസ് ഉണ്ടായി. എന്താണെങ്കിലും ഖത്തർ ഞങ്ങൾ മിസ് ചെയ്യും, അത് ഉറപ്പാണ്. ഇപ്പം ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് എടുത്തു. രാവിലെ ഒരു 2:30 ആകുമ്പോൾ നമ്മൾ കൊച്ചിയിലെത്തും. തിരിച്ചും ഖത്തർ എയർവേസ് തന്നെയാണ് കേട്ടോ ബുക്ക് ചെയ്തത്. ഞങ്ങളുടെ ഫുഡൊക്കെ വന്നു. അങ്ങനെ ഇതാ നമ്മളുടെ ഖത്തർ സീരീസ് ഇവിടെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.